ഓം ഗും ഗുരുഭ്യോ നമ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണ ചരിത്രത്തിലേക്ക് തന്നെ കടക്കാം. വസുദേവർ സമന്ത പഞ്ചകത്തിൽ വെച്ച് മഹർഷിമാരിൽ നിന്നും ശ്രീകൃഷ്ണ തത്വത്തെ വഴിപോലെ ഗ്രഹിച്ചു. രാമകൃഷ്ണന്മാർ പതിവ് പോലെ ഒരു ദിവസം മാതാപിതാക്കളെ നമസ്കരിച്ച് നിന്നപ്പോൾ വസുദേവർ പറഞ്ഞു: കൃഷ്ണ കൃഷ്ണ, മഹായോഗിൻ, സംഘർഷണ, സനാതന, നിങ്ങൾ ലോക നിയാമകന്മാരായ സാക്ഷാത് ഈശ്വരന്മാരാണെന്ന് ഞാൻ അറിയുന്നു. ഹേ അധോക്ഷജ, ബഹുവിധ രൂപങ്ങളോടുകൂടിയിരിക്കുന്ന ഈ ലോകത്തിൽ അന്തർയാമി രൂപേണ പ്രവേശിച്ച് ഈ ലോകത്തെ ധരിക്കുന്നതും പോഷിപ്പിക്കുന്നതും നിന്തിരുവടിയാകുന്നു. എങ്കിലും നിന്തിരുവടി ജന്മാതിരഹിതനും ഇന്ദ്രിയങ്ങൾക്ക് അഗോചരനുമാകുന്നു. ഏതോ സുഹൃതവശാൽ മനുഷ്യജന്മം ലഭിച്ചിട്ടും മായാകാര്യങ്ങളിൽ ഭ്രമിച്ച് പുരുഷാർത്ഥത്തിൽ ശ്രദ്ധിക്കാതെ ഞാൻ കഴിഞ്ഞ കാലമെല്ലാം വ്യർത്ഥമാക്കി. ഞാനെന്നും എൻ്റേതെന്നും ഭ്രമിപ്പിച്ച് ലോകത്തെയെല്ലാം കെട്ടിയിട്ടിരിക്കുന്ന നിന്റെ മായയെ എനിക്കെങ്ങനെ ജയിക്കാൻ കഴിയും? അവതാര സമയത്തിൽ സൂക്ഷ്മതത്വം സ്പഷ്ടമാക്കി തന്നതും ഞാൻ മറന്നു. ഏതായാലും ഞാൻ ഇന്ദ്രിയ രസങ്ങൾ ആസ്വദിച്ച് ഇത്രയും കാലം കളഞ്ഞു കുളിച്ചത് മതി. സംസാരഭയം തീർക്കുന്ന ഈ പാദാരവിന്ദങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു. പരമസത്യത്തെക്കുറിച്ചുള്ള ബോധം തന്ന് അനുഗ്രഹിക്കണേ. വസുദേവരുടെ പ്രാർത്ഥനയ്ക്ക് ഭക്തവത്സരൻ പുത്രഭാവത്തിനനുസരിച്ച് വിനയപൂർവ്വം നമസ്കരിച്ചിട്ട് മന്ദസ്മിതം ചെയ്ത് മൃദുവായി പറഞ്ഞു: പിതാവേ, പുത്രന്മാരായ ഞങ്ങളെ ഉദ്ദേശിച്ച് അവിടുന്ന് പറഞ്ഞത് അർത്ഥവത്താണ്, സംശയമില്ല. എന്നാൽ ഞങ്ങളെ മാത്രം അങ്ങനെ കണ്ടാൽ പോരാ. അഖില ചരാചരങ്ങളെയും ബ്രഹ്മസ്വരൂപമായി കാണണം. ആത്മാവ് സർവവ്യാപിയും ഏകനും നിത്യനും സ്വയം പ്രകാശനുമാണ്. എങ്കിലും തന്നാൽ സൃഷ്ടിക്കപ്പെട്ട നാനാ ഉപാധികളിൽ വേറെ വേറെയായി ഒളിഞ്ഞും തെളിഞ്ഞും ചെറുതും വലുതുമായി കാണപ്പെടുന്നുവെന്നേ ഉള്ളൂ. അല്ലാതെ ആത്മാവിനും സ്വതവേ നാനാത്വമില്ല. കാര്യമാത്ര പ്രസക്തമായ ഈ തത്വോപദേശം കേട്ട് വസുദേവർക്കുണ്ടായിരുന്ന നാനാത്വ ബുദ്ധി നശിച്ച് മനസ്സ് പ്രസന്നമായി. കൂടുതലായൊന്നും ചോദിക്കേണ്ടി വന്നില്ല. കൃഷ്ണരാമന്മാർ ഗുരുപുത്രനെ യമലോകത്തു നിന്നും കൊണ്ടുവന്ന കഥ ദേവകി അറിഞ്ഞിട്ട് ഒരു ദിവസം പുത്രന്മാരോട് പറഞ്ഞു: രാമകൃഷ്ണന്മാരെ, നിങ്ങൾ ആദിപുരുഷന്മാരാണെന്ന് ഞാൻ അറിയുന്നു. ദുഷ്ടരാജാക്കന്മാരെ നശിപ്പിച്ച് ഭൂഭാരം തീർക്കാനാണ് നിങ്ങൾ അവതരിച്ചത്. നിങ്ങളുടെ അംശാംശഭാഗം കൊണ്ടാണ് ലോകസൃഷ്ടിസ്ഥിതി ലയങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു. മരിച്ചുപോയ പുത്രനെ തിരികെ കൊണ്ടുവന്ന് കൊടുത്ത് ഗുരുദക്ഷിണ ചെയ്ത നിങ്ങൾ കംസൻ വധിച്ച എൻ്റെ പുത്രന്മാരെയും കൊണ്ടുവന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മാതൃവാക്യം കേട്ട് കൃഷ്ണരാമന്മാർ യോഗമായയെ ആശ്രയിച്ച് സുതലത്തിൽ മഹാബലിയുടെ സമീപം എത്തി. തൻ്റെ ഇഷ്ടദൈവ ദർശനം ആകസ്മികമായി ലഭിച്ച ആ ഭക്തോത്തമൻ ആഹ്ലാദപൂർണനായി പരിവാരങ്ങളോടുകൂടി പ്രഭുവിനെ നമസ്കരിച്ചു. ഉത്തമാസനത്തിൽ ഉപവിഷ്ടരാക്കി അവരുടെ ശ്രീചരണങ്ങളെ ഭക്തിപൂർവം ക്ഷാളനം ചെയ്ത് ആ ലോകപാവന തീർത്ഥം ശിരസിൽ ധരിച്ചു. ശ്രീ ഭഗവാൻ പറഞ്ഞു: പണ്ട് മരീചിക്ക് ഊർണിയിൽ 6 പുത്രന്മാരുണ്ടായി. അവർ 6 പേരും ബ്രഹ്മാവ് സരസ്വതിയെ പ്രാപിക്കാൻ ഭാവിക്കുന്നത് കണ്ട് ചിരിച്ചതിനാൽ ബ്രഹ്മാവിൻ്റെ അപ്രിയത്തിന് പാത്രമായി അസുരയോനിയിൽ ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായി ജനിക്കേണ്ടി വന്നു. പിന്നീട് അവർ ദേവകീ ഗർഭത്തിൽ നിന്നും ജനിച്ച് കംസനാൽ കൊല്ലപ്പെട്ടു. മാതാവ് അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നു. അവർ ഇവിടെ വസിക്കുന്നുണ്ട്. അവർക്ക് ശാപ മോക്ഷത്തിനുള്ള കാലമായി. അവരെ കൊണ്ടുപോയി മാതാവിനെ കാണിക്കണം. അനന്തരം അവർ ശാപമുക്തരായി ദേവലോകത്തേക്ക് പോകും. ഇപ്രകാരം അരുളി ചെയ്തിട്ട് മഹാബലിയുടെ പൂജയും സ്വീകരിച്ചുകൊണ്ട് രാമകൃഷ്ണന്മാർ ആ 6 പേരെയും കൂട്ടിക്കൊണ്ടുവന്ന് മാതാവിന് കൊടുത്തു. ദേവകീ ദേവി പുത്രസ്നേഹത്താൽ സ്തന്യമൊഴുക്കിക്കൊണ്ട് ആത്മജന്മാരെ മടിയിലെടുത്തു വെച്ച് ആലിംഗനം ചെയ്തു. ശിരസിൽ പലവുരു ചുംബിച്ച് പ്രീതിപൂർവം സ്തന്യപാനം ചെയ്യിച്ചു. ഗദാധരൻ പാനം ചെയ്ത സ്തന്യത്തിൻ്റെ അവശേഷ പാനം ചെയ്തതിനാലും തന്തിരിവടിയുടെ അംഗസ്പർശനത്താലും അവർക്ക് പൂർവജന്മബോധം ഉണ്ടായി. അവർ കൃഷ്ണരാമന്മാരെയും മാതാപിതാക്കന്മാരെയും നമസ്കരിച്ചിട്ട് ദേവലോകത്തേക്ക് പോയി. അവർ വന്നതും പോയതും കണ്ട് ദേവകി എല്ലാം കൃഷ്ണമായ വിശേഷമാണെന്ന് മനസ്സിലാക്കി. ഒരിക്കൽ അർജുനൻ തീർത്ഥസേവ ചെയ്ത് സഞ്ചരിച്ച് ദ്വാരകയുടെ പ്രാന്തപ്രദേശങ്ങളിൽ എത്തി. അപ്പോൾ സുഭദ്രയുടെ വിവാഹാലോചന നടക്കുന്നതായി അറിഞ്ഞു. സുഭദ്രയെ ദുര്യോധനന് കൊടുക്കണമെന്നും ബലരാമൻ പറഞ്ഞു. അർജുനന് കൊടുക്കണമെന്ന് ഭഗവാനും മാതാപിതാക്കന്മാർക്കും അഭിപ്രായമുള്ളതായും അറിഞ്ഞു. സുഭദ്രയെ തനിക്ക് വേണമെന്ന് അർജുനൻ നിശ്ചയിച്ച് ഒരു സന്യാസിയുടെ വേഷത്തിൽ ദ്വാരകയിൽ പ്രവേശിച്ചു. ആരും തിരിച്ചറിഞ്ഞില്ല. സാധുഭക്തനായ ബലഭദ്രൻ
സന്യാസിയെ സ്വഗൃഹത്തിൽ ക്ഷണിച്ചിരുത്തി. ചാതുർമാസ്യ കാലമായിരുന്നതിനാൽ ഭിക്ഷ നൽകി ഉപചരിച്ചു. സന്യാസിയെ വഴിപോലെ ഉപചരിക്കേണ്ട ചുമതല സുഭദ്രയെ തന്നെ ഏൽപ്പിച്ചു. അർജുനനെ സുഭദ്രയ്ക്ക് മനസ്സിലായി. അവർ പരസ്പരം ആകർഷിക്കപ്പെട്ടു. സുഭദ്രയെ തന്നെ ചിന്തിച്ച് അർജുനന് ഉറക്കം കൂടിയില്ലാതെയായി. അങ്ങനെയിരിക്കെ കോട്ടയ്ക്ക് പുറത്ത് ഒരു ഉത്സവം കാണാനായി സുഭദ്രയും പോയി. ആ തക്കം നോക്കി ദേവകി വസുദേവരുടെയും ശ്രീകൃഷ്ണന്റെയും സമ്മതത്തോടുകൂടി അർജുനൻ സുഭദ്രയെ അപഹരിച്ചുകൊണ്ട് പുറപ്പെട്ടു. അപ്പോൾ എതിർത്തു വന്ന ഭടന്മാരെയെല്ലാം തോൽപ്പിച്ചോടിച്ചിട്ട് സുഭദ്രയെ സ്വാധീനയാക്കി. അതറിഞ്ഞ ബലഭദ്രൻ പർവ്വകാല സമുദ്രം പോലെ ക്ഷോഭിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണൻ പാദത്തിൽ വീണ് നമസ്കരിച്ച് അപേക്ഷിച്ചു. ഒരു വിധത്തിൽ ശാന്തനാക്കി. പിന്നീട് ബലരാമൻ തന്നെ നവദമ്പതികളെ പാരിതോഷികങ്ങൾ നൽകി ആശീർവദിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.